ആടി ബ്രെഡും കൂട്ടി സൂപ്പറാണ്. വാ ഗായ്സ് ദേ, അപ്പോൾ ഇന്നെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കരിമീൻ നിർവ്വാണം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരൊറ്റ കമ്പി എടുത്തിട്ടുണ്ട്. കണ്ട, ഈ കമ്പി വെച്ച് നമുക്ക് ആദ്യം കരിമീൻ പിടിക്കണം, എന്നിട്ടാണ് നമുക്ക് നിർവ്വാണം ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഈ കമ്പി വെച്ച് പിടിച്ച കരിമീനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് പിടിച്ചതെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെങ്ങനെയാണ് കമ്പി വെച്ച് മീൻ പിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് നമ്മൾ കമ്പി വെച്ച് ലൈറ്റായിട്ടൊന്ന് വെള്ളത്തിൽ അടിക്കും. ഇതും ഈ കരിമീനെ വിളിക്കുക. അത് വരുന്നുണ്ട് വെള്ളത്തിൽ കാണിക്കും. സെറ്റ് പൈസ ഉണ്ടാ കരിമീനെ കുത്തി ഉണ്ടാ വീട്ടിൽ പോയി പെട്ടെന്ന് എടുക്ക്. ഇല്ല, കറക്റ്റ് ഷോട്ടാ. പോകരുത്. ഒരു പൈസ വരുന്നുണ്ടോ കരിമീൻ? ഊരിപ്പോ പതിയെ സൈഡിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ എടുക്കരുത്, ഊരിപ്പോ സൈഡിലേക്ക് കൊണ്ടുപോവാ. ഇറങ്ങിയെടുത്താലോ, അതൊരു പിടിച്ച് ഇറങ്ങിയെടുക്കാം. റിസ്ക് എടുക്കണ്ട, ഇറങ്ങിയെടുത്ത് കാണിച്ചു തരാം. കട്ടാക്കണ്ടേ? ഗൈസ്, അതിൻ്റെ വയറിലാണ് കുത്തു കൊണ്ടേക്കുന്നത്. കരിമീൻ്റെ വയറിൽ കുത്തു കൊണ്ട് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഊരിയെടുക്കരുത്, അത് പോകും. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ഇറങ്ങണം. ആടി കണ്ട ഒരു മൂവ്മെൻറ്റ് കണ്ട, അത് കാരണം അത് സിമ്പിളായിട്ട് പോകുന്നുണ്ട്. ഇത്രയും സൈസ് ഉണ്ട്. അത് സൂപ്പർ കരിമീനാണ് കിട്ടിയേക്കുന്നത്. കണ്ട, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അത്യാവശ്യം വലിയൊരു സാധനം കിട്ടിയേക്കുന്നത്. നമുക്കിനി ഒരെണ്ണം കൂടെ കിട്ടുമോ നോക്കാതെ. നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം, ഈ സൈഡിലൊന്ന് നോക്കാം. അപ്പോൾ അതെ, നമ്മൾ ആ ഒരു മീൻ കുത്തിയെടുത്തില്ലേ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 എണ്ണം കൂടെ നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കരിമീൻ്റെ. മൊത്തം 3 കരിമീനുണ്ട്. നല്ല നീറ്റായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോക്ക് ലെങ്ത് കൂടുന്ന കാരണമാണ് ക്ലീൻ ആക്കുന്നതൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിർവ്വാണം ഉണ്ടാക്കാം. കരിമീൻ വെച്ചിട്ട് നിർവ്വാണം, ഫ്രഷ് കരിമീൻ പിടിച്ച് നിർവ്വാണം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ചെറിയ വരയിട്ട് കൊടുക്കണം കരിമീൻ. എന്നിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ട്. നമ്മൾ തന്നെയാണ് തേച്ച് വെട്ടി കഴുകിയൊക്കെ എടുത്തേക്കുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇത് കണ്ടതേ, ആ കമ്പിയുടെ കുത്തി കയറിയ ആ സൈഡാണ് കാണുന്നത്. ഇത് നമുക്ക് ഇതിലിടാനുള്ള മസാലകൾ കൂട്ടിയെടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഇത്തിരി മുളക് പൊടി വേണം. കളറുള്ള മുളക് പൊടിയാണ് കൂടുതൽ. കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. നമുക്കൊരു പൊടിക്ക് ഇത്തിരി വെള്ളം കൂടെ ഒന്ന് ചേർക്കണം. ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഇത് സെറ്റ് മതി. കൈ ഇത്തിരി പൊട്ടിരിക്കുന്ന കാരണം ഇത്തിരി നീളുന്നുണ്ട്. നമുക്ക് കരിമീൻ വെച്ചിട്ട് കരിമീനിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണമല്ലോ ആദ്യം, അതിനാണ്. അതെ, 3 കരിമീനും ലൈറ്റായിട്ടൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മളില്ലേ ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുമില്ല, ഒരു 5 മിനിറ്റത്തേക്കൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വറുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നമുക്ക് വറുത്തെടുക്കാം. അതെ, 3 കരിമീനും നല്ല സൂപ്പറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്.
പിന്നെ ഇതേ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്, ഇഞ്ചി പച്ചമുളകും. അപ്പോൾ ഇത്രയും സാധനം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി ബാക്കി നോക്കാം. നമുക്ക് ഇല ഒന്ന് നൈസായിട്ട് ആദ്യം ഒന്ന് വാട്ടിയെടുക്കണേ. നമ്മുടെ ഉരുളിയുടെ മേളിൽ വെച്ചിട്ട് വാട്ടുവാണ്. എന്ത് കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, അല്പം ഉപ്പിട്ട് കൊടുക്കുന്നു. ഇതൊരു കൂടിപ്പോയ ഒരു 5 മിനിറ്റ് അത്രേ വെക്കാവുള്ളൂ. മീൻ ഓൾറെഡി വറുത്തിരിക്കുന്ന കാരണം പാലുമായിട്ടൊന്നും ഉരുങ്ങി മിക്സ് ആകാൻ ഉള്ളൊരു ടൈം മാത്രമേ കൊടുക്കാവുള്ളൂ. അധികമായിട്ട് വേവിക്കരുത്. അപ്പോൾ നമുക്ക് ഏകദേശം എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഓക്കെ, നമ്മളിത് ഇറക്കിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഒന്ന് ആ ചൂടൊന്ന് പോട്ടെ, എന്നിട്ട് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാം. എടുത്തോട്ടാ ഗൈസ്, നമ്മൾ അതുപോലെ തന്നെ അത് പൊക്കി നമ്മുടെ ബ്രെഡിൻ്റെ നടുക്കോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ബ്രെഡും കൂട്ടി സൂപ്പർ സാധനം. വാ 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 ചേട്ടേ, വാടയില്ല നേരെ വെച്ചെടുത്തോ. ഒരു ഇതിനാവണല്ലേ ഗ്രേവി. ഗ്രേവി നൈസാ, പ്രത്യേക ടേസ്റ്റ്. എങ്ങനെയുണ്ട് മീൻ തിന്നുണ്ട്? എങ്ങനെയാണെന്ന് പറയാം. ഉപ്പ് എങ്ങനെ കേട്ടെ, അടിപൊളി. എങ്ങനെ ഒന്നും പറയണ്ട, സ്പീഡ് റോളിങ്, സ്പീഡ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതെ നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞ് അടിപൊളി സാധനമാണ് ഇത്. നമ്മുടെ ട്രെൻഡാക്കിയത് നമ്മുടെ ഷെഫിള്ളയാണ്. ഷെഫിള്ളയുടെ റെസിപ്പിയാണ് നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല, സൂപ്പറാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി. എങ്ങനെയാണോ? കൊള്ളാം. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ. ക്യാമറ മേളിൽ പോയിട്ടോ അതിൻ്റെ